തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് പാറമടയിൽ കുളിക്കാനിറങ്ങിയ മലയാളിയെ കാണാതായി. മലപ്പുറം നിലമ്പൂർ സ്വദേശി മുഹമ്മദ് അഷ്മിലിനെയാണ് കാണാതായത്. പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. റഹീസ്, എന്താണ് സംഭവം? എപ്പോഴാണിത് പുറത്തറിഞ്ഞത്? പ്രജിൻ, ഇന്നലെ വൈകിട്ടോടുകൂടി കുളിക്കാനെത്തിയ 10 സംഘത്തിലെ ഒരു കുട്ടിയാണ് നമ്മളിപ്പോൾ ഉള്ള കാഞ്ചീപുരത്തെ, ചെന്നൈയിലല്ല കാഞ്ചീപുരത്തെ ഈ ഒരു പാറമടയ്ക്ക് സമീപമുള്ള കുളത്തിൽ മുങ്ങിയത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് കാണാതായത്. കൂട്ടുകാരുമൊത്ത് ഇവിടേക്ക് എത്തിയതായിരുന്നു. അഷ്മിൽ എന്നാണ് പേര്, 19 വയസ്സുകാരൻ, മലപ്പുറം നിലമ്പൂർ സ്വദേശിയാണ്. അപ്പോൾ അത്തരത്തിൽ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് കൂട്ടുകാരുമൊത്ത് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആദ്യഘട്ടത്തിൽ ഇവിടെ ഒരു ബോട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 2 പേർ മാത്രമാണ് തിരച്ചിൽ നടത്തിയത്. പക്ഷേ ഇപ്പോൾ കൂടുതൽ പേർ ഇവിടേക്ക് എത്തി തെരച്ചിലിനൊരു വേഗതയൊക്കെ കൈവന്നിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ അധികം ആളുകൾ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ മാത്രമായിരുന്നു. അഷ്മലിൻ്റെ ഇന്നലെ കൂടിയെത്തിയ സുഹൃത്തുക്കളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് ബന്ധുക്കളടക്കം ഇങ്ങോട്ട് വരികയും കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളെ അടക്കം അവരോട് സംസാരിച്ചതിന് ശേഷമാണ് ഇവിടേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തനത്തിന് ആളുകളും DF അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. നിലവിലിപ്പോൾ ഈ ഫയർഫോഴ്സിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ ഇവിടേക്ക് എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി മടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല സ്കൂബ ഡൈവിംഗ് സംഘവും അല്പസമയം മുൻപ് എത്തി. നമ്മൾ ഒരു കാര്യം പ്രത്യേകം ആലോചിക്കേണ്ടത്, ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടി ഉണ്ടായ ഒരു അപകടമാണ്. ഈ കുട്ടിയെ അല്ലെങ്കിൽ ഈ 19-കാരനെ കാണാതാകുന്നതാണ്. അതിനുശേഷം ഇന്ന് ഏതാണ്ട് നേരത്തോട് നേരം എടുക്കുമ്പോൾ മാത്രമാണ് ഈ രക്ഷാപ്രവർത്തനത്തിനൊരു വേഗതയൊക്കെയും കൈവന്നിരിക്കുന്നത്. തെരച്ചിലൊക്കെയും പൂർണ്ണാർത്ഥത്തിൽ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ഇന്നലെ ഇദ്ദേഹത്തിനോടൊപ്പം ഈ അഷ്മിലിനോടൊപ്പം ഇന്നലെ എത്തിയ സംഘത്തിലെ ഒരു സുഹൃത്താണ്. വളരെ വൈകാരികമായിട്ടുള്ള സമയമാണെന്നറിയാം, പക്ഷേ താങ്കളിൽ നിന്ന് മാത്രമേ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇന്നലെ എപ്പോഴായിരുന്നു ഇവിടേക്ക് എത്തിയത്, എന്തായിരുന്നു സംഭവിച്ചതെന്ന് പറയാൻ കഴിയുമോ? ഇന്നലെ കമ്പനി ഓഫായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇവിടെ 2-3 പേര് പറഞ്ഞു, നമുക്കെന്നാൽ ഇവിടെ ഒരു സ്ഥലമുണ്ട്, പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു 5 മണിയായി കാണും. അപ്പോൾ ആ സമയത്ത് വന്നപ്പോൾ അവിടെ കുറച്ച് പേരെ മലയിൽ കയറിയായിരുന്നു. മലയിൽ കയറി ഞങ്ങൾ നേരത്തെ ഇറങ്ങി. എന്നിട്ട് ഞാനും അഷ്മിലും ഷിയാനും കൂടെ ഇവിടെ ഇറങ്ങി അങ്ങോട്ട്. അവിടെ കുറേ പേര് കുളിക്കുന്നുണ്ടായിരുന്നു ആ സ്ഥലത്ത്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ ഇറങ്ങി ആദ്യം അവൻ കുറച്ച് നേരം അവിടെ നീന്തിയിട്ട് തിരിച്ച് കയറി വന്നു. പിന്നെ ബാക്കിയുള്ളവർ കൊണ്ട് വന്നപ്പോൾ എല്ലാവരോടും പറഞ്ഞു അപ്പുറത്ത് പോകാമെന്ന് പറഞ്ഞു. അപ്പുറത്തെ കരയ്ക്ക് പാതി വരെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പാതി വരെ പോയി. ബാക്കിയുള്ളവരെ അപ്പുറത്ത് ക്രോസ് ചെയ്ത് അപ്പുറത്തെ കരയെത്തി. ഈ അഷ്മിലിനെ പാതി വരെ പോകാനേ പറ്റുള്ളൂ. അപ്പോൾ തിരിച്ചു വരാൻ വേണ്ടി നോക്കിയപ്പോൾ അവൻ പേടിച്ചു, ശരിക്കും ശ്വാസം കിട്ടാത്തൊരവസ്ഥ വന്നു. അങ്ങനെ അവൻ ആ ഒരു സ്പോട്ടിൽ മുങ്ങിപ്പോവായിരുന്നു. അപ്പോൾ മുങ്ങിപ്പോണതിന് മുമ്പ് ഇവിടെ നിന്ന് ഈ കരയിലുണ്ടായിരുന്ന നീന്തലറിയാവുന്ന ഒരു അലൻ എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരനുണ്ട്. അപ്പോൾ അവൻ കൈ പിടിച്ച് വലിച്ചു, കയറ്റാൻ ശ്രമിച്ചു. എന്നാലും കിട്ടിയില്ല. അലനും കുഴഞ്ഞു പോയ സമയത്ത്. അപ്പോൾ നിങ്ങൾ 3 പേരായിരുന്നു ഇറങ്ങിയിരുന്നത്. മാത്രമല്ല ഞങ്ങളെല്ലാവരും ഇറങ്ങിയായിരുന്നു. പിന്നെ എനിക്ക് നീന്തൽ അറിയാത്ത കാരണം ഞാൻ സൈഡിൽ തന്നെ ഇരുന്നു. ബാക്കി എല്ലാവരും അങ്ങോട്ട് നീന്തിപ്പോയി. അപ്പോൾ എന്തായാലും അങ്ങനെയാണ്. ഈ സുഹൃത്തുക്കളടക്കം ബന്ധുക്കളടക്കം എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും രക്ഷാപ്രവർത്തനത്തിന് അല്പം വേഗത കൈവന്നിട്ടുണ്ട്. ഈ തെരച്ചിൽ അതിവേഗം പുരോഗമിക്കുമെന്നും എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെ അത് തുടരുമെന്നും നമുക്ക് കരുതാം. ദുഃഖകരമായ വാർത്തയാണ്. കാഞ്ചീപുരത്ത് പാറമടയിലാണ് ഈ മലയാളിയെ കാണാതായത്. കുളിക്കാനിറങ്ങിയതായിരുന്നു. അവിടെ നിന്നും തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു മുഹമ്മദ് റഹീസ്.